മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ ബി സുജാത നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിലെ ഗവൺമെന്റിന് മാത്രമായി ഒരു പ്രസ്ഥാനത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ മുഴുവൻ ആളുകളുടെയും ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ നമുക്ക് ഒരുപക്ഷെ ഗവൺമെന്റ് തലത്തിൽ മാത്രമായി കഴിയില്ല. ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ കൂടി നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആയിട്ട് ധാരാളം ആവശ്യങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾക്കുണ്ട്. സമൂഹത്തിലെ മിഡിൽ ക്ലാസ് ലെവൽ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സഹായം വളരെ വലുതാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചു. മലങ്കര സൊസൈറ്റി CMD ജിസോ ബേബി അധ്യക്ഷനായ ചടങ്ങിൽ ആദ്യ ലോൺ വിതരണം പുനലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് G ജയപ്രകാശ് നിർവഹിച്ചു. നിക്ഷേപത്തിന് അടുത്ത വായ്പകൾ അവർ നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്ഥാപനത്തിന് അപകടമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആളുകൾക്ക് പുനലൂരുകാർക്ക് അടിയന്തര സാഹചര്യത്തിൽ അവർക്ക് മറ്റ് നൂലാമാലകളൊന്നുമില്ലാതെ വായ്പ ലഭ്യമാകുന്നതിനൊരു ഇടമെന്നുള്ള നിലയിൽ തന്നെ ഈ സ്ഥാപനം പുനലൂരുകാരെ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മലങ്കര സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് ലോൺ ഏറ്റവും എളുപ്പം റെഡിയാക്കി തരികയും അതിനെ പ്രൊമോട്ട് ചെയ്ത ഗോപി ചന്ദ്രൻ സാറിന് ഒരായിരം നന്ദി അറിയിക്കുന്നു. അതുപോലെ പുനലൂര് മലങ്കര സൊസൈറ്റിയുടെ ആദ്യത്തെ ഒരു യൂണിറ്റാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പുനലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കേന്ദ്ര കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് പി ഷാജി എന്നിവർ ചടങ്ങിൽ ആശംസ അറിയിച്ചു. ഏകദേശം 2 ലക്ഷത്തിൽ പരം മെമ്പർമാർക്ക് സേവനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അടുത്ത ഘട്ടം 2030 25,000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഇന്ത്യയിലെ നമ്പർ 1 ക്രെഡിറ്റ് സൊസൈറ്റിയായി വളർന്നുകൊണ്ട് 10,000-ൽ പരം മെമ്പർമാർക്ക് 10 ലക്ഷത്തിൽ പരം മെമ്പർമാർക്ക് സേവനം നൽകുക. അതുവഴി സമൂഹത്തിലെ പല ലെവലിൽ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മെമ്പർമാർക്ക് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടിയും. ബിസിനസ് ന്യൂസ് ലൈവ് വാർത്ത.